3 സെറ്റ് ഓഫ് കേബിളിംഗ് വരുന്നുണ്ട്. അപ്പോൾ അത് ബാക്കപ്പ് ലോഡ് കൊടുക്കാൻ വേണ്ടി നമുക്ക് സിംഗിൾ ഫേസ് വരുന്ന മോഡൽ 6 ഇൻവെർട്ടേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ 6ൽ ഒരെണ്ണം കംപ്ലൈൻ്റ് ആയാൽ പോലും നമ്മുടെ സിസ്റ്റം ഒരിക്കലും ഫെയിലിയർ ആവില്ല. അപ്പോൾ അതാണ് ഇങ്ങനെ. നമസ്കാരം, നമ്മൾ ഇന്ന് എൻഫേസിൻ്റെ ഹൈബ്രിഡ് ഇൻവെർട്ടർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളത് അവിടെ എക്സ്പോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത്. അപ്പോൾ നോർമലി നമ്മൾ എൻഫേസിൻ്റെ IQ8P ആണ് ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന മൈക്രോ ഇൻവെർട്ടർ വരുന്നത്. നമ്മുടെ പാനലിൻ്റെ അടിയിൽ വരുന്ന മൈക്രോ ഇൻവെർട്ടർ എന്ന് പറയുന്നത് IQ8P ആണ്. അപ്പോൾ നമ്മൾ നോർമൽ സിസ്റ്റം എക്സിസ്റ്റിംഗ് ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്തിട്ടുള്ളതിൽ നമുക്ക് അതിനെ ഹൈബ്രിഡ് ആക്കാൻ നമുക്ക് വേറെ ഒരു സിസ്റ്റം ഉണ്ട്. നോർമലി സ്ട്രിംഗ് ഇൻവെർട്ടറിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഹൈബ്രിഡ് ആക്കണമെങ്കിൽ നമുക്ക് ആ ഇൻവെർട്ടറിനെ മാറ്റിയിട്ട് വേണം നമുക്ക് ചെയ്യണമെങ്കിൽ. എൻഫേസിൻ്റെ സിസ്റ്റം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് സെയിം സിസ്റ്റത്തിൽ തന്നെ അതിനെ ഹൈബ്രിഡ് ആക്കി മാറ്റാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ IQ കൺട്രോളർ വരുന്നത്. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ ഉള്ള പോലെ തന്നെ ഇതിലും നമുക്ക് എന്താ പറയുക, ഗേറ്റ് വേ വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്യൂറിലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സിസ്റ്റത്തിൽ നമുക്ക് 5 വർഷത്തെ ഡാറ്റ പ്ലാനോട് കൂടിയിട്ടുള്ള സെൽ മോഡ് ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് സിസ്റ്റത്തിൻ്റെ ഒപ്പം. നമുക്ക് ഇതിൻ്റെ ബാറ്ററിയുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവർക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി, ഇൻ കേസ് ക്ലൗഡ് ഇല്ലെങ്കിലും ലാൻഡ് കേബിൾ കണക്ട് ചെയ്താൽ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തില്ലെങ്കിലും അവർക്ക് ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട്, ഇൻ കേസ് കുറച്ചുകൂടിയും കസ്റ്റമർക്ക് കുറച്ചുകൂടിയും നല്ല യൂസർ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് സെൽ മോഡും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത്. പിന്നെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് 3 phase സിസ്റ്റമാണ്. ഓക്കെ, IQ കൺട്രോളർ 3INT എന്ന് പറഞ്ഞ മോഡലാണ് ഇത് വരുന്നത്. ഇതിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമുക്ക് ഇതിൽ ഗ്രിഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 phase ഗ്രിഡ് കണക്ട് ചെയ്യാം. അതുമാതിരി തന്നെ നമുക്ക് ബാക്കപ്പ് ലോഡും നോൺ ബാക്കപ്പ് ലോഡും കൊടുക്കാൻ പറ്റും. ഇവിടെ ബാക്കപ്പ് ലോഡ് എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് സിസ്റ്റം ആണ് വരുന്നത്. നോൺ ബാക്കപ്പ് നമുക്ക് ഫുൾ ലോഡ് 3 phase ആയിട്ട് തന്നെ നമുക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ ഔട്ട് ചെയ്യാം. നമുക്ക് ഇതിൽ നമുക്ക് ഒരു ഫേസിൽ തന്നെ നമുക്ക് എല്ലാം AC കാര്യങ്ങളെല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ബാറ്ററി കണക്ട് ചെയ്യേണ്ട പ്രൊവിഷൻസ് വരുന്നത് ഇവിടെയാണ്. ഈ L1 L2 L3 എന്ന് പറയുന്ന രീതിയിലാണ് ബാറ്ററി പ്രൊവിഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഒരു ബാറ്ററി, 2 ബാറ്ററി, 3 ബാറ്ററി, അപ് ടു 3 IQ5 ലിഥിയം ബാറ്ററി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ PV കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 phase PV കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ PV1 L1 L2 L3 ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ PV നമുക്ക് ഇതിൽ ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നോർമലി ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് വളരെ ലിമിറ്റഡ് ഏരിയ വേണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ DBs ഒന്നും വരില്ല. അതായത് നമ്മൾ നോർമലി എൻവോയ്ക്ക് വേണ്ടി ഒരു DB വരുന്നുണ്ട്, ആ DB ഒഴിവാവും, ഫുൾ ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്പർ ഓഫ് സിസ്റ്റം കൂടുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ IQ ബാറ്ററി 7x3 21 നമ്പർ ഓഫ് മൈക്രോ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ക്യൂറിലെ ആഡ് ചെയ്യണം. അപ്പം അത് കുറച്ച് വലുതായി വരും. പക്ഷേ ഇതിൽ നമുക്ക് അതിനും കൂടുതൽ എത്രയും നമ്പർ ഓഫ് വെച്ച് കഴിഞ്ഞാലും നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 50 സംതിങ് മൈക്രോസ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യൂറിയിൽ വേറെ അഡീഷണൽ വേണ്ട. ഇതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് വരുന്നത്. പിന്നെ അതേമാതിരി തന്നെ DB കാര്യങ്ങളൊക്കെ പ്രൊവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, SPD കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രയിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് MCBC ചെയ്യാം. അപ്പോൾ അഡീഷണൽ ഒരു ബോക്സ് വേണ്ട, ഒരു ഒറ്റ ബോക്സ് കൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യം നമുക്ക് നടക്കും. ഇതാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. അതുമാതിരി തന്നെ ന്യൂട്രും, അതുമാതിരി തന്നെ ന്യൂട്രൽ കണക്ഷനും എർത്ത് ബാറും സെപ്പറേറ്റ് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോർമലി 5 year വാറണ്ടി ഉണ്ടാകുന്ന സാധനം നമുക്കിത് 10 year വാറണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും വല്ലാത്തതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. വാറണ്ടി മാക്സിമം കൂടുതൽ കിട്ടുകയാണ്. അപ്പോൾ ആ കൂടിയിട്ട് മൈക്രോ ഇൻവെർട്ടറിന് നമുക്ക് വന്നിട്ട് 25 വർഷം വാറണ്ടി ഉണ്ട്. ബാക്കിയുള്ള എല്ലാ സിസ്റ്റത്തിനും 10 വർഷം വാറണ്ടി ആണ്. സ്ട്രിംഗ് ഇൻവെർട്ടറിൽ വരുമ്പോൾ ഇവിടെ 25 വർഷം വാറണ്ടി ഉണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു കൺട്രോളറിന് മാത്രം 5 വർഷം ഉണ്ടായിരുന്നുള്ള മുമ്പ് അതിപ്പോൾ 10 വർഷമായിട്ട് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ IQ5 ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ 6 numbers ഓഫ് IQ ഇൻവെർട്ടേഴ്സ് വരുന്നുണ്ട്. IQ8BAT എന്ന് പറഞ്ഞ മോഡൽ 6 ഇൻവെർട്ടേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ 6ൽ ഒരെണ്ണം കംപ്ലൈൻ്റ് ആയാൽ പോലും നമ്മുടെ സിസ്റ്റം ഒരിക്കലും ഫെയിലിയർ ആവില്ല. അപ്പോൾ അതാണ് ഇങ്ങനെ 6 stage ചാർജിങ് വരുന്നത്. ഇപ്പോൾ AC to DC കൺവേർഷൻ വരുന്നത് 8 IQ ബാറ്ററി IQ8DBAT എന്ന് പറഞ്ഞ മൈക്രോ ഇൻവെർട്ടർ ഇതിൻ്റെ അകത്തും വരുന്നുണ്ട്. ഇപ്പോൾ നോർമലി നമ്മൾ പാനലിലും വരും, ഇവിടെയും വരും. നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ ബാറ്ററി ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ബാറ്ററി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്ത മെയിൻ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബാറ്ററിയാണ്. ഇത് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് വരുന്നത്. പക്ക കൂളിങ്ങിന് വേണ്ടിയിട്ട് കൂളിംഗ് സിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുമാതിരി തന്നെ ഈ സെൻറ്റർ പോർഷനിലാണ് നമ്മുടെ BMS മൊഡ്യൂൾ വരുന്നത്. ഈ ഒരു പോർഷനിലാണ് നമ്മുടെ BMS. ഈ ലിഥിയം സെൽസിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ BMS വേണം. എല്ലാ സെൽസിൻ്റെയും ടെമ്പറേച്ചർ, അതുപോലെ തന്നെ എല്ലാ സെൽസിൻ്റെയും വോൾട്ടേജും കാര്യങ്ങളൊക്കെ BMS ത്രൂ ആണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ BMS ഇവിടെ സെപ്പറേറ്റ് വരുന്നുണ്ട്. ഇതിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാറ്ററി ഇത് മാത്രം കംപ്ലൈൻറ്റ് ആവുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് റീപ്ലേസ് ചെയ്ത് കിട്ടും.
ഈ സെപ്പറേറ്റ് മൈക്രോസ് കംപ്ലൈൻറ്റ് ആവുകയാണെന്ന് വെച്ചെങ്കിൽ, ഇനി അതല്ല ഇതിൽ BMS അല്ലെങ്കിൽ ബാറ്ററിയോ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റം റീപ്ലേസ്മെൻ്റ് ആണ്. ഇത് വന്നിട്ട് 15 വർഷം അല്ലെങ്കിൽ 6000 സൈക്കിൾ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ വാറണ്ടി നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂളിങ് കാര്യങ്ങളും ഉണ്ട്, പിന്നെ ഷട്ട് ഡൗൺ കാര്യങ്ങളൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ അകത്ത് വയറിങ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ബാറ്ററിയിലേക്കുള്ള കണക്ഷനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ കേബിളും മാത്രമാണ് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ വളരെ ഒരു സെയിം ചെറിയൊരു രീതിയിലാണ് നമുക്ക് വരുന്നത്. നോർമൽ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയാത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററീസ് വരുന്നതനുസരിച്ചിട്ട് DC കേബിളിൻ്റെ സൈസ് അതുപോലെ DC ഹാൻഡ്ലിങ് ഭയങ്കര റിസ്ക്കാണ്. ഇവിടെ നമുക്ക് DC ഹാൻഡ്ലിങ് ഇല്ല. അതുകൊണ്ട് തന്നെ സേഫ്റ്റി സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സേഫറാണ് സിസ്റ്റം. അപകടമില്ല, പൊട്ടിത്തെറിക്കും, അങ്ങനത്തെ ഡേഞ്ചർ സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാവില്ല. DC കേബിളിംഗ് സൈഡോ DC കോൺടാക്ട്സോ ഒന്നും പുറത്തേക്ക് വരുന്നില്ല. എല്ലാം AC, നമ്മുടെ വീട്ടിലുള്ള AC കറണ്ടിൻ്റെ രീതിയിൽ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ എത്രയാണ് വരുന്നത്? ഇതുപോലത്തെ 3 ബാറ്ററീസ് നമുക്ക് ഈ ഒരു കൺട്രോളറിൽ നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് നമുക്ക് വന്നിട്ട് IQ 5P എന്ന് പറഞ്ഞ മോഡലാണ്. IQ ബാറ്ററി 5P എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൽ നമുക്ക് വന്നിട്ട് 3.84 kVA കണ്ടിന്യൂസ് ലോഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു അതിൻ്റെ ഒരു 3 ടൈംസ് നമുക്ക് എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ AC അങ്ങനെയുള്ള സാധനങ്ങൾ ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വലിയ പവർ ലോഡുകൾ ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സഡൻ സ്വിച്ചിങ് ടൈമിൽ ഒരു 2 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ് എബോ കറണ്ട് റൺ ചെയ്യും. അപ്പം ആ റൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അപ് ടു 33.4 amps വരെ നമുക്ക് ഇതിൻ്റെ കറണ്ട് നമുക്ക് 3 സെക്കൻഡ്സ് വിത്തിൻ 3 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ വന്നാലും നമ്മുടെ സിസ്റ്റം ഒരിക്കലും ഫെയിലിയർ ആവില്ല. വിത്തിൻ 10 സെക്കൻഡ്സിൽ 26.7 ആംപിയർ വന്നാൽ പോലും ഇത് ഫെയിലിയർ ആവില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ഇപ്പോൾ നമുക്ക് AC അങ്ങനെയുള്ള മെഷീൻസ്, വലിയ മെഷീൻസ് ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ബാറ്ററിയുടെ മെയിൻ ബെനിഫിറ്റ് വരുന്നത്. നമുക്ക് വന്നിട്ട് ഇപ്പോൾ നോർമലി നമുക്ക് ഇപ്പോൾ ഒരു ഹൈബ്രിഡ് സിസ്റ്റം വെക്കുമ്പോഴുള്ള ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷനിലേക്ക് വരേണ്ട ഒരു ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് മോഡ്സ് മെയിനായിട്ട് വരുന്നുണ്ട്. ഈ 3 ടൈപ്പ് ഓഫ് മോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം ബാറ്ററിയിൽ നിന്ന് ലോഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് എന്ന് പറയുന്നത് KCB നമുക്ക് TOD മീറ്ററിംഗ് എന്ന് പറഞ്ഞ രീതിയിലുണ്ട്. അതായത് നോർമല്, ഓഫ് പീക്ക്, പീക്ക് എന്ന് പറഞ്ഞ 3 ടൈപ്പ് ഓഫ് യൂസേജ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് പീക്ക് ടൈമിൽ നമുക്ക് കറണ്ടിന് ചാർജ് കൂടുതലാണ് KCB ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് പീക്ക് ടൈമിൽ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ലോഡ് യൂസ് ചെയ്തതിന് ശേഷം ഓഫ് പീക്ക് ടൈമിൽ വേണമെങ്കിൽ ചാർജ് ചെയ്യാം. ഓഫ് പീക്കിൽ നോർമലി ചാർജ് കുറവാണ്, നോർമൽ ചാർജിനേക്കാളും ചാർജ് കുറവാണ്. അപ്പോൾ ആ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അതല്ല നമുക്ക് ഓഫ് പീക്കിൽ അല്ല പീക്ക് ടൈമിൽ നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ബാക്കപ്പ് ഉണ്ട് എന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഡേ ടൈമിൽ ചാർജ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മോഡ് സെറ്റ് ചെയ്യാം. ഇനി അതല്ല ഫുൾ ടൈം നമ്മുടെ ബാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കേണ്ട രീതിയിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ 3 ടൈപ്പ് ഓഫ് മോഡ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്തൊരു പാർട്ട് 2 എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ആ മോഡ്സ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാന്നുള്ളതും അതും ഈവൻ ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഡയറക്റ്റ് ഈ മോഡ്സ് ചൂസ് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് വരുന്നത്. നോർമൽ ബൈക്കിലുള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റർ കണക്ട് ചെയ്തിട്ട് വേണം മോഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇതിൽ നമുക്ക് കസ്റ്റമർക്ക് തന്നെ ഇതിൻ്റെ ബാറ്ററിയിൽ എത്ര % ചാർജ് ഉണ്ട്, അതുപോലെ തന്നെ ഇത് ലോഡ് എങ്ങനെയാണ്, ലൈവ് സ്റ്റാറ്റസ് എന്താണ്, പാനലിൽ എത്ര പ്രൊഡക്ഷൻ, ഇത് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എൻഫേസിൻ്റെ ഒരു ആപ്പിൽ. അതാണ് നമ്മൾ ഓൾറെഡി എൻഫേസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഓൾറെഡി മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതോടെയും വരുന്നതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബാറ്ററി സിസ്റ്റം എന്ന് വേണമെങ്കിൽ എന്താ വെച്ചെങ്കിൽ ഈ എൻഫേസിൻ്റെ സിസ്റ്റത്തിനെ നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. കാരണം വെച്ചാൽ ബാക്കി എല്ലാറ്റിലും DC സെഗ്മെൻറ്റിലാണ് ബാറ്ററിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇവിടെ AC സെഗ്മെൻറ്റിലാണ് ബാറ്ററിനെ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ 2 യൂണിറ്റ്, ഇത് ഇത്ര പോകുന്ന ഒരു യൂണിറ്റാണ്. ഇതിൻ്റെ കവറാണ്, ഇത് കവർ ചെയ്ത് വെക്കുന്നതിൻ്റെ കവറാണ് വരുന്നത്. അത് ഫുൾ ഡോർ ടൈപ്പ് ക്ലോസ്ഡ് ആണ്. പിന്നെ ഇത് നമുക്ക് ഫ്ലോർ മൗണ്ട് ചെയ്യാം, അത് വാൾ മൗണ്ട് ചെയ്യുകയും ചെയ്യാം, പിന്നെ ഫ്ലോർ മൗണ്ട് ചെയ്യാനും ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ പുതിയ IQ കൺട്രോളറും അതുപോലെ തന്നെ IQ ബാറ്ററിയും 15 വർഷം വാറണ്ടിയുള്ള IQ ബാറ്ററിയും അതുപോലെ തന്നെ 10 വർഷം വാറണ്ടിയുള്ള IQ കൺട്രോളറിൻ്റെയും ഡീറ്റെയിൽസ് വരുന്നത്. ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ പാർട്ട് 2 എന്ന രീതിയിൽ നമ്മുടെ ഡാറ്റ ഷീറ്റ് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് കാണുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.